നമസ്തേ. നെക്സ്റ്റ് ജനറേഷൻ പ്രൊപ്പൽഷൻ സിസ്റ്റം ഇന്ത്യ വിജയകരമായിട്ട് പരീക്ഷിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ റോക്കറ്റുകൾ എങ്ങനെയാണ് സ്പേസിലേക്ക് അയക്കുന്നത് എന്ന കാര്യത്തിൽ വലിയ മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്. ഭാവിയിൽ ഇന്ത്യൻ ഡിഫൻസ് മേഖലയെ തന്നെ വലിയ മാറ്റത്തിലേക്കാണ് ഈ റൊട്ടേറ്റിംഗ് ഡിറ്റനേഷൻ എൻജിൻ മാറ്റി തീർക്കുക. എന്താണ് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ? എന്താണ് ഈ റൊട്ടേഷൻ ഡിറ്റനേഷൻ എൻജിൻ? ഒരു ഇന്ത്യൻ സ്റ്റാർട്ടപ്പാണ് ഈ ഒരു പരീക്ഷണം നടത്തിയിരിക്കുന്നത്. ഭാവിയുടെ ജെറ്റ് എഞ്ചിനാണ് റൊട്ടേറ്റിംഗ് ഡിറ്റനേഷൻ എഞ്ചിൻ അഥവാ RDE എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന എഞ്ചിൻ. ഈ ടെക്നോളജി ഇന്ന് ലോകത്തൊരു രാജ്യവും പൂർണ്ണമായും ഇതിൽ സ്വായത്തമാക്കിയിട്ടില്ല. ഇന്ത്യ, ചൈന, അമേരിക്ക എന്നിങ്ങനെ 3 രാജ്യങ്ങളാണ് ഈ ടെക്നോളജി അത് സ്വായത്തമാക്കാൻ വേണ്ടി കഠിന പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ 2 രാജ്യങ്ങൾ ഇതിന്റെ പ്രോട്ടോടൈപ്പ് എഞ്ചിനുകൾ ഉണ്ടാക്കി ഗ്രൗണ്ട് ടെസ്റ്റ് വിജയിച്ചു. ഒന്ന് അമേരിക്ക, മറ്റൊന്ന് ഇന്ത്യ. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അമേരിക്ക ഇത്തരം ഒരു പ്രോട്ടോടൈപ്പ് എഞ്ചിൻ വിജയകരമായിട്ട് പരീക്ഷിച്ചു. ഇപ്പോൾ ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പായ ഡീപ് പ്രൊപ്പൾസ് അത് ചെന്നൈ IIT-യിൽ ഇൻക്യുബേറ്റ് ചെയ്തിരിക്കുന്ന അവരുടെ പാട്രോണേജിൽ അവരുടെ സഹായത്തോടു കൂടി സ്ഥാപിച്ചിരിക്കുന്ന ഒരു കമ്പനിയാണ് ഡീപ് പ്രൊപ്പൾസ്. ആ ഡീപ് പ്രൊപ്പൾസ് ഈ കഴിഞ്ഞ 21-ാം തീയതി ഇതിന്റെ ഗ്രൗണ്ട് ടെസ്റ്റ് പ്രോട്ടോടൈപ്പ് എഞ്ചിൻ ഉണ്ടാക്കി അതിന്റെ ഗ്രൗണ്ട് ടെസ്റ്റ് നടത്തി 5 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിച്ച് വിജയകരമായിട്ട് ആ പരീക്ഷണം പൂർത്തിയാക്കി. ഗൗതം ഇപ്പോ ഭാവിയുടെ റോക്കറ്റുകൾ ഉപയോഗിക്കുന്ന എഞ്ചിനാണിതെന്ന് പറഞ്ഞു. അത് ശരിയാണ്. പക്ഷെ അതിന്റെ പ്രസക്തി റോക്കറ്റുകളിൽ മാത്രമല്ല ഒതുങ്ങുന്നത്. ഇത് ഡ്രോണുകൾ, അതുപോലെ തന്നെ ക്രൂയിസ് മിസൈല്, സ്പേസ് ലോഞ്ച് വെഹിക്കിള്, അതുപോലെ തന്നെ ഭാവിയിലെ യുദ്ധവിമാനങ്ങൾ സൂപ്പർസോണിക്, അതുപോലെ തന്നെ ഹൈപ്പർസോണിക് വേഗതയുള്ള യുദ്ധവിമാനം ഇപ്പോഴും മിക്ക യുദ്ധവിമാനങ്ങൾക്ക് സൂപ്പർസോണിക് വേഗതയാണ്. പക്ഷേ ആ ഹൈപ്പർസോണിക്കിനോട് അടുക്കുന്ന സൂപ്പർസോണിക് വേഗതയും ഹൈപ്പർസോണിക് വേഗതയുമുള്ള യുദ്ധവിമാനങ്ങൾ അതിനൊക്കെ തന്നെ ത്രസ്റ്റ് നൽകുന്നത് ഈ ഭാവിയുടെ എഞ്ചിനായിട്ടുള്ള റൊട്ടേറ്റിംഗ് ഡിറ്റോണേഷൻ എഞ്ചിനായിരിക്കും. ഇത് കേൾക്കുമ്പോൾ, നമ്മളിത് പറയുമ്പോൾ ഒരു ഭാഗം ശ്രോതാക്കൾക്കെങ്കിലും ഒരല്പം അത്ഭുതം തോന്നും, അല്ലെങ്കിൽ ചിലർക്ക് ഇതൊരു തള്ളാണെന്ന് തോന്നാം. ചിലർ ന്യായമായ ഒരു ചോദ്യം ചോദിക്കാം. ചിലർ അന്ധമായിട്ട് ഇന്ത്യ ഉണ്ടാക്കുന്ന പുരോഗതിയെ തള്ളിക്കളയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അത് ചില വർഗീയ കാരണങ്ങളാണ് അതിന്റെ അടിസ്ഥാനം. അവരെ കുറിച്ച് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ വേറെ ചിലർ ന്യായമായ ഒരു സംശയം ഉന്നയിക്കാം. അതായത് ഇപ്പോൾ ഒരു സാധാരണ ജെറ്റ് എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്ത ഒരു രാജ്യം, ഇന്ത്യക്ക് ഇതുവരെ ഒരു യുദ്ധവിമാനത്തിന് ശക്തി കൊടുക്കാൻ പറ്റുന്ന ഒരു ജെറ്റ് എഞ്ചിൻ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ കാവേരി എഞ്ചിൻ നമ്മുടെ തേജസ്സിന് ശക്തി നൽകുമെന്ന് പറഞ്ഞ് നമ്മൾ വിഭാവനം ചെയ്ത ആ എഞ്ചിൻ ഇതുവരെ നമുക്ക് അത് വിജയകരമായിട്ട് പരീക്ഷിക്കാൻ പറ്റിയിട്ടില്ല. അത് ഉദ്ദേശിച്ച ഒരു ത്രസ്റ്റ് ലെവലിലേക്ക് ആ എഞ്ചിൻ എത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇപ്പോഴത്തെ ജെറ്റ് എഞ്ചിൻ ഉണ്ടാക്കാൻ പറ്റാത്ത രാജ്യം പിന്നെ ഭാവിയിലെ ജെറ്റ് എഞ്ചിൻ എങ്ങനെ ഉണ്ടാക്കും എന്ന് ചോദിച്ചാൽ, ആ ചോദ്യത്തിന് പ്രഥമ ദൃഷ്ട്യാ അത് ന്യായമായ ഒരു ചോദ്യമാണ്. പക്ഷെ അവിടെ നമുക്ക് പറയേണ്ടത്, ഈ പഴയ കാലത്തെ ജെറ്റ് എഞ്ചിന്റെ ടെക്നോളജിയുടെ അപ്ഗ്രഡേഷൻ അല്ല ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ റൊട്ടേറ്റിംഗ് ഡിറ്റോണേഷൻ എഞ്ചിൻ എന്ന് പറയുന്നത്. പഴയ കാലത്തെ അതിന്റെ അപ്ഡേഷൻ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ആദ്യത്തെ എഞ്ചിൻ ഉണ്ടാക്കുന്ന രാജ്യത്തിന് മാത്രമേ അതിന്റെ അപ്ഡേഷൻ വേഗത്തിൽ ചെയ്യാൻ പറ്റൂ. ഇത് അങ്ങനെയല്ല. ഇത് തീർത്തും പുതിയതായിട്ടുള്ള ഒരു രീതിയിലാണ് ഇതിൽ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ പഴയ ജെറ്റ് എഞ്ചിനുകൾ എന്ന് പറയുന്നത് അത് വളരെ ഭാരമുള്ളത്, അത് സങ്കീർണമായ മെക്കാനിക്കൽ ഘടനയുള്ളത്, അതുപോലെ തന്നെ അതിൻ്റെ 100 കണക്കിന് ഘടകങ്ങൾ, പാർട്സ് ആണ് ഒരു ജെറ്റ് എഞ്ചിനുള്ളത്. ഇതാണ് ഒരു ജെറ്റ് എഞ്ചിൻ ഉണ്ടാക്കുന്നതിലുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അത് പരമ്പരാഗത ലെഗാസി ജെറ്റ് എഞ്ചിനുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ലെഗാസി ടർബോ ജെറ്റ് എഞ്ചിൻ ആകട്ടെ, ടർബോ ഫാൻ എഞ്ചിൻ ആകട്ടെ, ടർബോ ജെറ്റാണ് വിമാനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷേ അത്തരം എഞ്ചിനുകളിലെ അതിലെ 100 കണക്കിന് അതിന് ഘടകങ്ങളുണ്ട്. ഈ ഘടകങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കോമ്പോസിറ്റ് മെറ്റലുകൾ, അലോയികൾ, പിന്നെ ഇതിന്റെ ബ്ലേഡുകൾ, അതായത്
കംപ്രസർ തൊട്ട് അതിന്റെ പിന്നെ എക്സോസ്റ്റ് വരെയുള്ള ബ്ലേഡുകൾ, ഇതൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയ ഒരു സങ്കീർണമായ ഒരു പ്രക്രിയയാണ്. പക്ഷേ ഈ റൊട്ടേറ്റിംഗ് ഡിറ്റണേഷൻ എഞ്ചിന് ഈ സങ്കീർണതകളൊക്കെ ഒഴിവാക്കി, ഞാൻ ആദ്യം പറഞ്ഞ നമ്മുടെ ലെഗാസി എഞ്ചിനേക്കാൾ 25% വരെ എഫിഷ്യൻസി കൂടുതലുള്ള എഞ്ചിനാണ് ഈ ഇപ്പോഴത്തെ റൊട്ടേറ്റിംഗ് ഡിറ്റണേഷൻ എഞ്ചിൻ. അത് മെക്കാനിക്കലി വളരെ സിമ്പിൾ ആണ്, അത് ഭാരം കുറഞ്ഞതാണ്, ഉണ്ടാക്കാൻ ചെലവും കുറവാണ്. പിന്നെ എന്താ ഇതെല്ലാവരും ഉണ്ടാക്കാതിരുന്നതെന്ന് ചോദിച്ചാൽ, ശാസ്ത്രത്തിന്റെ ഗവേഷണ വികസനങ്ങൾ നടപ്പിലാക്കാൻ നാളുകളെടുക്കും. അതാണ് ഇത്. സൂപ്പർസോണിക് ഡിറ്റണേഷൻ വേവുകൾ ഉണ്ടാക്കിയിട്ട് അതിന്റെ ഫലമായിട്ട് പിന്നെ ത്രസ്റ്റ് ചേമ്പറിനുള്ളിൽ ഒരു പ്രഷർ വർദ്ധിക്കുകയാണ്. അങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇത് ഹോളോ ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ കമ്പസ്റ്റൻ ചേമ്പറാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഹോളോ റിംഗ് ഷേപ്ഡ് കമ്പസ്റ്റൻ ചേമ്പറാണ്. അതുപോലെ അതിനുള്ളിൽ ചലിക്കുന്ന ഭാഗങ്ങളൊന്നുമില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, നൂറുകണക്കിന് ഘടകങ്ങളില്ല എന്നുള്ളതാണ്. ഈ പഴയ കാലത്തെ പല എഞ്ചിനുകളായാലും പഴയ കാലത്തെ പല നിർമ്മിതികളാണെങ്കിലും ഒരുപാട് ഘടകങ്ങളുണ്ട്. ആധുനിക കാലത്ത് ഇത് വളരെ ലളിതവൽക്കരിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ പലതും ഈ അത് പ്രിന്റ് ചെയ്തെടുക്കുന്നതെന്ന് പറയും. അങ്ങനെ പ്രിന്റ് ചെയ്തെടുക്കുന്ന അതിന് ഘടകങ്ങൾ കുറവാണ്. അത്തരം മെക്കാനിക്കലി സിമ്പിളാണ്. അപ്പോ ആ ഒരു ടെക്നോളജി ചെന്നൈ IIT സഹായത്തോടു കൂടി ഈ കമ്പനി ഡീപ് പ്രൊപ്പൽഷൻ അത് പെർഫെക്റ്റ് ചെയ്തിരിക്കുന്നു. 2027 ഇതിന്റെ ഇത് ഉപയോഗിച്ച ഒരു ഡ്രോണ് പരീക്ഷണ പറക്കൽ നടത്തും. അതായത് അടുത്ത വർഷം 2029 കൂടി ഇത് ഉപയോഗിക്കുന്ന മിസൈലുകൾ നമ്മൾ നിർമ്മിക്കും എന്നാണ് ഇപ്പോൾ വിഭാവന ചെയ്യുന്നത്. അതായത് ഒരു ഹ്രസ്വദൂര മിസൈൽ ആയിരിക്കും ആദ്യം, ഹ്രസ്വദൂര ക്രൂയിസ് മിസൈൽ ആവാം, അതല്ലെങ്കിൽ ഒരു സൂപ്പർസോണിക് ഡ്രോൺ ആവാം. ഇതുവരെയുള്ള ഡ്രോണുകളൊക്കെ സബ്സോണിക്കാണ്. അതായത് ശബ്ദത്തെക്കാൾ വേഗത കുറഞ്ഞ ഡ്രോണുകളാണ് ഇതുവരെ ഉള്ളത്. പക്ഷേ ഈ എഞ്ചിൻ, റൊട്ടേറ്റിംഗ് ഡിറ്റണേഷൻ എഞ്ചിൻ ഉപയോഗിക്കുന്ന ഡ്രോണുകൾ അത് പിന്നെ ശബ്ദത്തെക്കാൾ അധികം വേഗം അതിന് നിസ്സാരമായിട്ട് കൈവരിക്കാം. അങ്ങനെയുള്ള ഡ്രോണുകളായിരിക്കും ഭാവിയിൽ, അങ്ങനെയുള്ള പ്രത്യേകിച്ച് ഈ ലോയിറ്ററിംഗ് മ്യൂണീഷൻ ചാവേർ ഡ്രോണുകൾ എന്ന് പറയുന്ന കാമിക്കാസി ഡ്രോണുകളായിരിക്കും ഭാവിയിലെ യുദ്ധങ്ങളിലൊക്കെ തന്നെ വിജയപരാജയങ്ങൾ നിർണ്ണയിക്കുക. ഇത്തരം ഒരു എഞ്ചിൻ വികസിപ്പിക്കാനായിട്ട് ചില്ലറക്കാരൊന്നുമല്ല ഒരുമിച്ച് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതായത് അമേരിക്കയില് ഈ ഒരു എഞ്ചിന്റെ പരീക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് റാത്തിയോൺ, നാസ, അതുപോലെ ജനറൽ ഇലക്ട്രിക്, ലോക്ഹീഡ് മാർട്ടിൻ തുടങ്ങിയവരാണ്. പക്ഷെ ഇവരാരും അല്ല, അമേരിക്കയിൽ ഒരു കമ്പനി വികസിപ്പിച്ച ഇവരാരും അല്ല, അത് മറ്റൊരു കമ്പനിയാണ് ഇതിൽ ആദ്യമായിട്ട് വിജയം കൈവരിക്കുന്നത്. ഇപ്പൊ അക്കൂട്ടത്തിലാണ് ഈ രണ്ട് കമ്പനികളിൽ ഒന്ന് ഇന്ത്യൻ കമ്പനിയാണ്, ഡീപ് പ്രൊപ്പൽഷൻ ആണ് എന്നുള്ളത് ശരിക്കും നമ്മളെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. ഇത് ചൈന ഇതിനു വേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് നാളുകളായിട്ട്. പക്ഷെ ഇത്തരം ഒരു എഞ്ചിൻ വികസിപ്പിക്കാൻ ചൈനയ്ക്ക് സാധിച്ചിട്ടില്ല. ചൈന വികസിപ്പിക്കുന്നതൊക്കെ തന്നെ മറ്റു രാജ്യങ്ങൾ വികസിപ്പിച്ച എഞ്ചിനുകൾ എങ്ങനെങ്കിലും തട്ടിയെടുത്ത് അത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്ത് അതല്ലെങ്കിൽ അതിന്റെ ടെക്നോളജി എങ്ങനെങ്കിലും മോഷ്ടിച്ചൊക്കെയാണ് ചൈന ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഒരു എഞ്ചിൻ ലോകത്ത് ഒരു രാജ്യവും നിർമ്മിക്കാത്ത കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര എളുപ്പമല്ല. ഇത് ഇപ്പോ ഈ ശബ്ദത്തെക്കാൾ അധികം വേഗതയിൽ സഞ്ചരിക്കുന്ന മിസൈലിന്റെ കാര്യം പറയുമ്പോൾ അത് നമ്മുടെ മുന്നിലുള്ളത് ബ്രഹ്മോസ് മിസൈലാണ്. ആ ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള സൂപ്പർസോണിക് മിസൈലുകളൊക്കെ ഉപയോഗിക്കുന്നത് റാംജെറ്റ് എന്ന് പറയുന്ന എഞ്ചിനാണ്. ഈ റാംജെറ്റ് എഞ്ചിനേക്കാൾ ചെലവ് കുറവാണ് ഞാൻ ഈ പറഞ്ഞ റൊട്ടേറ്റിംഗ് ഡിറ്റണേഷൻ എഞ്ചിൻ. റാംജെറ്റ് എഞ്ചിനേക്കാൾ ഇഫക്റ്റീവുമാണ്. അപ്പോ അതാണ് ഈ പറഞ്ഞ ഡ്രോണുകളിലും അതുപോലെ തന്നെ ഈ പിന്നെ ക്രൂയിസ് മിസൈലുകളിലും ഒക്കെ ഇത് ഉപയോഗിക്കുന്നു. പിന്നെ ഭാവിയിലെ റോക്കറ്റുകളിൽ, ഭാവിയിലെ സ്പേസ് റോക്കറ്റുകളിൽ, സ്പേസ് ലോഞ്ച് വെഹിക്കിൾസിൽ ഇത്തരം ഈ എഞ്ചിൻ ആയിരിക്കും ഉപയോഗിക്കുക. അതായത് ഒരു എഞ്ചിന്റെ വിവിധ വകഭേദങ്ങൾ ഇത് ഭാവിയുടെ യുദ്ധവിമാനങ്ങളിൽ ഉപയോഗിക്കും. ഇപ്പൊ നമുക്ക് ഇപ്പോഴുള്ള യുദ്ധവിമാനങ്ങളൊക്കെ തന്നെ മിക്കവാറും എല്ലാ യുദ്ധവിമാനങ്ങളും മാക്ക് 1.6 ഒക്കെയാണ് അതിന്റെ ഒരു ക്രൂയിസിങ് സ്പീഡ് എന്ന് പറയുന്നത്. പിന്നെ ചില ഘട്ടങ്ങളിൽ മാത്രം ഇപ്പോ ഒരു 2.3 തൊട്ട് 2.4 വരെ മാക്ക് 2.4 ഒക്കെ എത്തുന്ന ഇപ്പൊ MiG-29
MiG-29 അത് സൂപ്പർ ക്രൂയിസിംഗിന്റെ സമയത്ത് മാത്രമാണ്. അത് Su-30 ആണെങ്കിലും അങ്ങനെയാണ്. സൂപ്പർ ക്രൂയിസ് ചെയ്യുന്ന സമയത്ത് മാക് 2 മേളിലോട്ട് വേഗത പോകും. ഉം. പക്ഷേ അങ്ങനെ സൂപ്പർ ക്രൂയിസ് ചെയ്യാതെ ഇരിക്കുമ്പോഴും ഒരു ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് മാക് 3 അടുപ്പിച്ച് തന്നെ ഈ ഒരു റൊട്ടേറ്റിംഗ് ഡിറ്റണേഷൻ എഞ്ചിൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ലഭ്യമാകും. ഇപ്പോ ആധുനിക റോക്കറ്റ് എഞ്ചിനുകളൊക്കെ 3D പ്രിന്റ് ചെയ്താണ് ഉണ്ടാക്കുന്നത്. അതായത് ഒരു സിംഗിൾ പീസായിട്ടാണ് വരുന്നത്. അതിൽ ഒരുപാട് നട്ടും ബോൾട്ടും അതുപോലെ വെൽഡിങ്ങും ഒന്നുമില്ല, ഒരുപാട് പീസൊന്നുമില്ല, ഒരുപാട് പാർട്സ് ഒന്നുമില്ല, ഒരു സിംഗിൾ പീസാണ്. അതിനാണ് 3D പ്രിന്റ് ചെയ്തിറക്കുന്നത്. അപ്പൊ അതേപോലെ ആയിരിക്കും ഈ ഇങ്ങനത്തെ ഒരു RDE എഞ്ചിന്. RDE എഞ്ചിന് അധികം പാർട്സ് ഇല്ല. അപ്പൊ അധികം പാർട്സ് ഇല്ലാത്ത ഒരു എഞ്ചിന് അതിന്റെ ലോഞ്ചിവിറ്റി, അത് ദീർഘകാലം അത് ഉപയോഗിക്കാൻ പറ്റും. പാർട്സ് വരുമ്പോഴാണ് പാർട്സുകളുടെ തേയ്മാനവും പാർട്സിന്റെ പ്രശ്നവും ഒക്കെ വരുന്നത്. അപ്പോ ഇത് വരും കാലത്തെ ഒരു എഞ്ചിനാണ്. വരും കാലത്തിൽ ഇതായിരിക്കും ഏറ്റവും യുദ്ധത്തിൽ ഏറ്റവും സജീവമായിട്ട് ഉപയോഗിക്കുന്നത്. ബഹിരാകാശ വാഹനങ്ങൾ വരെ ഇത് ഉപയോഗിക്കാൻ തുടങ്ങും. അങ്ങനെയുള്ള ഒരു കാലത്തേക്ക് ഉള്ള ഒരു എഞ്ചിൻ ഇന്ത്യ അമേരിക്കയോടൊപ്പം വികസിപ്പിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും ചൈനയെ അത് ഞെട്ടിക്കും. അമേരിക്കയ്ക്ക് നമ്മളോടൊരു ഗ്രഡ്ജിങ് അഡ്മിറേഷൻ നൽകുകയും ചെയ്യും. എന്താ ചോദിക്കും? തീർച്ചയായിട്ടും. എന്തായാലും ചൈനയ്ക്ക് ഇത് സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് തന്നെയാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയം തോന്നുന്നു, അല്ലേ സാർ? അല്ല, ചൈന ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ചൈനയുടെ ഈ സാങ്കേതിക മികവ് അത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുമായിട്ടുള്ള ടെക്നിക്കൽ കൊലാബറേഷനിൽ അമേരിക്ക കാണിച്ച മണ്ടത്തരമാണ് ചൈന വളർന്നതിന്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യം. ഞാനത് കുറച്ച് കാണുകയല്ല. ചൈനയുടെ വളർച്ച ആരെയും നമ്മൾ ലോകത്തിൽ കുറച്ച് കാണാൻ പാടില്ല. പക്ഷെ ഞാൻ അതിന് അടിസ്ഥാന ഘടകമായിട്ടുള്ളത് ചൈന ഗവേഷണ വികസനങ്ങളിലൂടെ വികസിപ്പിച്ചെടുത്ത സാധനങ്ങൾ ഒന്നുമല്ല. ചൈന ഏതൊരു യുദ്ധോപകരണം കൈവശം വന്നാലും അത് റിവേഴ്സ് എഞ്ചിനീയർ ചെയ്തിട്ട് അത് പുനർനിർമ്മിക്കും. ഇപ്പോ റഷ്യയുടെ RF-31 എഞ്ചിൻ ഫാമിലി ഒക്കെ തന്നെ അവർ റിവേഴ്സ് എഞ്ചിനീയർ ചെയ്ത് നിർമ്മിച്ചു. പക്ഷേ ഇവിടെ ചൈനയെ സംബന്ധിച്ചുള്ള ഒരു പ്രതിസന്ധി, സ്വന്തമായിട്ടൊരു റിവേഴ്സ് എഞ്ചിനീയർ ചെയ്യാൻ ഒരു രാജ്യവും ഈ എഞ്ചിൻ ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അപ്പൊ ചൈന ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും പിന്നോട്ട് പോകുന്നത് കാണുമ്പോൾ, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ISROയുടെ മാർസ് മിഷൻ, ചൊവ്വയിലേക്കുള്ള മിഷൻ, ചൈനയ്ക്ക് അങ്ങനെ ഒരു മിഷൻ സാധ്യമായിരുന്നില്ല. അപ്പോ സ്വാഭാവികമായിട്ടും സ്വന്തം ഗവേഷണ വികസനങ്ങളെക്കാൾ ഉപരി മറ്റു രാജ്യങ്ങളുടെ ഗവേഷണ വികസന പരിപാടികൾ കോപ്പിയടിച്ചോ മോഷ്ടിച്ചെടുത്തോ അതിനും വേണം ഒരു കഴിവ്. ഞാനത് ഒട്ടും തള്ളിക്കളയുന്നില്ല. പക്ഷേ അത്തരം ഒരു ഇക്കോസിസ്റ്റത്തിലൂടെയാണ് ചൈന വികസിച്ചത്. ഇന്ത്യ അതല്ല. നമ്മൾ ലേറ്റ് ആണെങ്കിലും നമ്മുടെ സാധനങ്ങളൊക്കെ ലേറ്റസ്റ്റ് ആയിരിക്കും അത് അക്കാര്യത്തിൽ നമുക്ക് സംശയിക്കേണ്ട. ഇന്ത്യയുടെ ഈ ഒരു ഗവേഷണ നേട്ടം അത് ശരിക്കും പറഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ചെറിയ ടർബോജെറ്റ് എഞ്ചിൻ 350 കിലോ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എഞ്ചിൻ ഇന്ത്യയിൽ ഒരു സ്വകാര്യ കമ്പനി നിർമ്മിച്ചിരുന്നു. അത് നമ്മളിവിടെ ചർച്ച ചെയ്തതാണ്. അതിനുശേഷം ഇപ്പോ ഈ 5 കിലോ ന്യൂട്ടന്റെ ഒരു എഞ്ചിൻ നമ്മൾ ഉൽപ്പാദിപ്പിച്ചു, വിജയകരമായിട്ട് പരീക്ഷണം നടത്തി, ഗ്രൗണ്ട് ടെസ്റ്റ് നടത്തി എന്നുള്ളത് തീർച്ചയായിട്ടും മറ്റൊരു നേട്ടമാണ്. ഈ അമേരിക്കയില് ഈ ഒരു പരീക്ഷണം നടത്തി കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഇന്ത്യയും അതിൽ വിജയിച്ചു. അമേരിക്കയിലെ വീനസ് എയറോസ്പേസ് എന്ന സ്വകാര്യ കമ്പനിയാണ് ഈ ടെസ്റ്റ് നടത്തിയത്. ഇന്ത്യയിൽ അത് ഡീപ്രൊപ്പൾസ് ആണ്. അമേരിക്കയുടെ പ്രമുഖ വിമാന നിർമ്മാണ കമ്പനിയായിട്ടുള്ള ലോക്ഹീഡ് മാർട്ടിനും റാത്തിയോണും ദേശീയ ബഹിരാകാശ സ്ഥാപനമായ നാസയും ജെറ്റ് എഞ്ചിൻ നിർമ്മാതാക്കളായ GEയും ഒക്കെ തന്നെ ഇതിനു വേണ്ടി കിണഞ്ഞു ശ്രമിക്കുമ്പോൾ അവരെക്കാൾ ഒക്കെ മുന്നിൽ നമ്മൾ എത്തി എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്കൊരു അഭിമാനം നൽകുന്ന ഒരു നേട്ടം തന്നെയാണ്. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളും വിശകലനങ്ങളും അതുപോലെ ഭാവിയിൽ ഇത് എങ്ങനെയാണ് ഈ ജെറ്റ് എഞ്ചിന്റെ വളർച്ച, എന്നാണ് അത് ഓപ്പറേഷണലൈസ് ആകാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് പ്രേക്ഷകരുടെ മുന്നിലേക്ക് വരും ദിവസങ്ങളിൽ എത്തിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.